4 സ്ത്രീകളാണ് മമതാ ബാനർജിയുടെ അടിവേരിളക്കിയത്. 4 സ്ത്രീകളിൽ ഒരാൾ മരിച്ചു പോയതിന് ശേഷവും മമതയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി എന്നുള്ളതാണ്. ആ 4 സ്ത്രീകളുടെ കഥ എന്താണ് സർ? ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ബംഗാളിൽ ഈ ഒരു വലിയ ഒരു മറിച്ചിടൽ വന്നത് ശരിക്കും പറഞ്ഞാൽ അതെ, അല്ലേ, അതെ. ആ ഒരു വലിയൊരു മറിച്ചിടലിൻ്റെ കാരണം എന്ന് പറയുന്നത് പിന്നെ 2 കാരണങ്ങളാണ്. അപ്പം മമതയുടെ ഏറ്റവും വലിയൊരു വോട്ട് ബേസ് എന്ന് പറയുന്നത് സ്ത്രീകളും അതേപോലെ തന്നെ മുസ്ലിം ജനവിഭാഗമായിരുന്നു. വിശേഷിച്ചും ഈ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള മുസ്ലിംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഘടകങ്ങളാണ് ഇപ്രാവശ്യം ബി ജെ പിക്ക് വളരെ അനുകൂലമായിട്ട് മാറിയതും അത് ബി ജെ പി അതിവിദഗ്ധമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സ്ത്രീകളുടെ ആ ബേസിനെ കംപ്ലീറ്റ് ഒറ്റയടിക്കുക. അത് ഏതാണ്ട് ഇപ്പോൾ ഈ റിസൾട്ട് കാണുന്ന സമയത്ത് സ്ത്രീകളെ മുഴുവൻ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ 4 സ്ത്രീകളാണ്. അതിൽ 4 സ്ത്രീകൾ, ഒന്ന് ശോഭ മജുംദാർ, ഒരു 85 വയസ്സായ ഒരു സ്ത്രീയായിരുന്നു. ആ 85 വയസ്സായ സ്ത്രീയുടെ മകൻ ഗോപാൽ മജുംദാർ, അദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകനായിരുന്നു. ആ ബി ജെ പി പ്രവർത്തകനായ ഗോപാൽ മജുംദർ ഈ മറ്റേ ബി ജെ പി പ്രവർത്തകനായതിൻ്റെ പേരിൽ ഈ 85 വയസ്സായിട്ടുള്ള ഈ ശോഭ മജുംദാറിനെ ടി എം സി പ്രവർത്തകർ, തൃണമൂൽ പ്രവർത്തകർ, മമതയുടെ പാർട്ടിക്കാർ കഠോരമായി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. ഈ 85 വയസ്സായ സ്ത്രീയുടെ ശരീരഭാഗം മുഴുവൻ നമ്മുടെ ടി പി ചന്ദ്രശേഖരനേക്കാൾ കഷ്ടമായ രീതിയിലാണ്. ടി പി ചന്ദ്രശേഖരൻ ഇവിടെ മരിക്കുകയെങ്കിലും ചെയ്യും. ഇവിടെ അല്ല, ശരീരമാസകലം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ 85 വയസ്സുകാരിയായ ശോഭാ മജുംദാറിനെ മർദ്ദിച്ച് അവശയാക്കി കളഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആദ്യത്തെ ഒരു ഞെട്ടലോടുകൂടിയാണ് ബംഗാൾ ജനത ഇത് കാണുന്നത്. വിശേഷിച്ചും സ്ത്രീയൊക്കെ ആക്രമിക്കുന്ന പറയുമ്പോൾ ഇന്ത്യൻ വൃദ്ധയാണ്, 85 വയസ്സുണ്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെയും ഈ ആണുങ്ങളൊക്കെ വന്നിട്ട് ഈ സ്ത്രീകളെ ഇങ്ങനെ മർദ്ദിക്കുന്ന പറയുമ്പോൾ ഇന്ത്യൻ മനസ്സും ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഇതൊരു വലിയൊരു രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചൊരു സംഗതിയാണ്. അതിനുശേഷം താമസിയാതെ ഈ ശോഭാ മജുംദാർ മരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ബംഗാളിലെ ജനങ്ങളിൽ നിന്നും അന്നത്തെ ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോലും ആലോചിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷമം നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അത് ഇപ്പോഴും അവിടെ വളരെ ഈ ഇലക്ഷനിലും വളരെ സജീവമായിട്ടത് ആൾക്കാരുടെ ഓർമ്മയിലുണ്ടായിരുന്നു. അത് വളരെ സജീവമായി നിർത്തുന്നതിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്തു. അതായത് സ്ത്രീ വോട്ട് ബേസിനെ അറ്റാക്ക് ചെയ്യുന്നതിൽ ആദ്യമായിട്ട് വരുന്നത് ശോഭാ മജുംദാറാണ്. പിന്നെ മറ്റൊന്ന് രേഖാ ബത്രയാണ്. അവരിപ്പം ബഷീർഘട്ട് മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഈ രേഖാപത്രയുടെ ഈ സംഗതികളൊക്കെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നന്നായിട്ട് അറിയാം. സന്ദേശ് ഖാലി എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതാണ്ട് ഒരു ഇപ്പോഴും കെട്ടടങ്ങാത്ത ഒരു സംഗതിയാണ്. അതെ, കാര്യം നമ്മളത് വളരെയധികം ഈ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ പിന്നെ നേരിട്ട് കണ്ടതും അതെങ്ങനെയാണ് അതിൻ്റെ ഗതി പോകുന്നതെന്നൊക്കെ നമ്മളെ മലയാള പത്രങ്ങൾ പോലും ഈ പറഞ്ഞതുപോലെ മലയാള പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ഒക്കെ വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്ന സാധനമാണ് സന്ദേശ് ഖാലിയിൽ ഈ മമതയുടെ എം എൽ എ ആയിട്ടുള്ള ഷാജഹാൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും നടത്തിയിട്ടുള്ള ലൈംഗിക അതിക്രമണങ്ങളും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചെടുക്കലും ഒക്കെയുള്ള സംഗതികൾ. അപ്പോൾ അങ്ങനെയാണ് ഈ സി ബി ഐ അന്വേഷണം വരുന്നതും. അങ്ങനെ സി ബി ഐ അന്വേഷണത്തിന് വന്നപ്പോഴത്തേക്ക് സി ബി ഐക്കാരെ ആക്രമിക്കുന്നതും ഒക്കെ ഈ തൃണമൂൽ ഈ ഷാജഹാൻ ഖാൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ഒടുവിൽ അവർക്കെതിരെ ഈ ആരും തന്നെ ഈ ഷാജഹാൻ ഖാനെതിരെ അദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾക്കെതിരെ പരാതി കൊടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഈ രേഖാപത്ര ഇത് പരാതിയായിട്ട് മുമ്പോട്ട് വരുന്നതും. അവരും ശരിക്കും ഒരു സർവൈവറാണ്. അങ്ങനെ അതിലൂടെയാണ് അവർ ശ്രദ്ധ പിടിച്ചു വരുന്നത്. അങ്ങനെ സന്ദേശ് ഖാലി എന്ന് പറയുന്നത് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഈ മമതയുടെ ഫ്രാഞ്ചൈസി മോഡൽ പൊളിറ്റിക്സ്, അങ്ങനെയാണ് ഈ ഫ്രാഞ്ചൈസി മോഡൽ പൊളിറ്റിക്സ് എന്നുള്ള സംഗതി ബംഗാളിൽ പ്രചാരത്തിൽ വരുന്നത്. അതായത് ഈ ചില പിന്നെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഈ മെക്കാനിക്കൽ ഷോപ്പുകളും മറ്റുമൊക്കെ ഫ്രാഞ്ചൈസി കൊടുക്കും എന്ന് പറഞ്ഞ പോലെ മമത ഒരു ബ്രാൻഡായി നിന്നുകൊണ്ട് ഒരു പ്രദേശത്തെ ഒരു ഗുണ്ടായ ആ പ്രദേശത്തെ പാർട്ടിയുടെ പ്രതിനിധിയാക്കുന്നു. പിന്നീട് അദ്ദേഹം എം എൽ എ ആകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുണ്ടായുസത്തിൻ്റെ കീഴിലായിരിക്കും ആ പ്രദേശം മുഴുവൻ. അപ്പോൾ അങ്ങനെ മമതയ്ക്ക് ഈ പ്രാതിനിധ്യം കിട്ടുകയും അതോടൊപ്പം തന്നെ ഭരണത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ ഗുണ്ടായുസം നന്നായിട്ട് നടത്തുകയും സെക്ഷൽ ഹരാസ്മെൻറ്റും
അതേപോലെ തന്നെ ഈ ലാൻഡ് ഗ്രാബിങ്ങും മറ്റുള്ള എല്ലാ പീഡനമുറകളും ഉപയോഗിച്ചുകൊണ്ട് അവർ നയിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി മോഡലും വളരെ ശക്തമായിട്ട് അവിടെ ഈ എക്സ്പോസ്ഡായി ഈ ഷാജഹാൻ ഖാൻ്റെ സംഭവത്തോടു കൂടി. ഷാജഹാൻ ഖാനെ അദ്ദേഹത്തിൻ്റെ അനുയായികളെയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഷാജഹാൻ ഖാനെ ദിവസങ്ങളെടുത്തു. എനിക്ക് തോന്നുന്നു 2 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഷാജഹാൻ ഖാൻ അറസ്റ്റിലാവുന്നത്. അതൊക്കെ അതിൻ്റെ എല്ലാ ആരോപണങ്ങളും അതിൻ്റെ എല്ലാ ഈ ആരോപണങ്ങളുടെ മുനകൾ നേരെ തിരിഞ്ഞതും മമതയുടെ നേർക്കാണ്. മമത ഒളിപ്പിക്കുകയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ ഈ രേഖാപത്ര ഇപ്പം ബഷീർഘട്ട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ഈ കലിത മാജിയാണ്. അത് വളരെ മനോഹരമായൊരു കഥയാണ്. കലിത മാജി എന്ന് വെച്ചാൽ അത്ര വലിയൊരു എഴുത്തും വായന അറിയാത്ത ഒരു പാവപ്പെട്ട ബംഗാളി ഈ ഷെഡ്യൂൾ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഒരു ഗ്രാമത്തിലെ സാധാരണ സ്ത്രീയാണ്. അവർ രാവിലെ 5 മണി തൊട്ടാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ 4 വീടുകളിലേറെ ഇവർ ജോലിക്ക് പോയിട്ടാണ് ഒരു മാസം ഒരു 2500 റുപ്യ സമ്പാദിച്ച് തൻ്റെ കുടുംബത്തെ അവരുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ചു വന്ന ഒരു എഴുത്തും വായന അറിയാൻ പറ്റാത്തൊരു സ്ത്രീയായിരുന്നു ഈ കലിത മാജി. അവർ അവിടെ BJPയുടെ കാൻഡിഡേറ്റ് ആവുന്നു, തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിലൂടെ ഈ കലിത മാജി ശരിക്കും പറഞ്ഞാൽ ലോക ശ്രദ്ധയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് സ്വന്തം ഒപ്പ് പോലും ഇടാൻ അറിയാൻ വയ്യാത്ത സ്ത്രീയാണ് ഈ പിന്നെ BJPയുടെ ഈ MLA ആയിട്ട് വരുന്നു. അങ്ങനെ അവരും ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളുടെ ഒരു വലിയൊരു ഇമാജിനേഷൻ, അതല്ലെങ്കിൽ അവർക്കൊരു സ്ത്രീകളുടെ ഇടയിൽ ഒരു വലിയൊരു ബൂസ്റ്റ്, വിശേഷിച്ചും പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളുടെയൊക്കെ ഒരു വലിയൊരു ആവേശം ഉണർത്തിയതാണ് ഈ കലിത മാജി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ ഔസ്ഗ്രാം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് രത്ന ദേബ്നാഥാണ്. രത്ന ദേബ്നാഥിന് ഒരു പക്ഷേങ്കിൽ നമ്മൾ പേര് രത്ന ദേബ്നാഥ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഈ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ആ മെഡിക്കൽ വിദ്യാർത്ഥി എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ അറിയും. അഭയ എന്നാണ് വിളിക്കുന്നത്. അതെ, അഭയ. ആ അഭയുടെ ആർജിക്കോർ ആശുപത്രിയിലെ അഭയയുടെ അമ്മയാണ് രത്നം ദേബ്നാഥ്. രത്നം ദേബ്നാഥും ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഈ പാനിഹത്തി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ടായിരുന്നു. അവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഒരു BJPയുടെ സ്ട്രാറ്റജി, ഈ ശരിക്കും ഈ 4 സ്ത്രീകളെ, ഒരു മരിച്ച സ്ത്രീയെയും മറ്റ് ഈ രക്തസാക്ഷികൾ പോലുള്ള ജീവിക്കുന്ന രക്തസാക്ഷികളെ പോലെ ഒരു മരിച്ച രക്തസാക്ഷിയെയും ഒരു ജീവിക്കുന്ന മറ്റ് 3 രക്തസാക്ഷികളുമായ സ്ത്രീകളെ മുമ്പോട്ട് നിർത്തിക്കൊണ്ടാണ് ഈ സ്ത്രീ വോട്ട് ബേസിനെ, ബംഗാളിൽ സ്ത്രീകൾക്ക് മമതയുടെ കീഴിൽ രക്ഷയില്ല, ഈ ഫ്രാഞ്ചൈസി പൊളിറ്റിക്സ് ആണ്, TMC ഗുണ്ടകൾ. ഈ TMC ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ പണ്ട് CPM ഗുണ്ടകളായിരുന്നു. അപ്പോൾ ഈ TMC ഗുണ്ടകൾ എന്ന് പറയുന്നത് പണ്ട് CPM ഗുണ്ടകളായിരുന്നു. അപ്പോൾ ഈ അതിൻ്റെ ആ തുടർച്ചയുടെ ഭാഗമാണ് നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന ഈ ബംഗാളികൾ, അല്ലേ? നമ്മൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ഒരു ബംഗാളി വിളിക്കുന്ന പറയുക, അല്ലാതെ സെർവന്റിനെ അല്ല ഒരു തൊഴിലാളി വിളിച്ചുകൊണ്ട് ഒരു ലേബറിനെ വിളിക്കാന്നല്ല പറയുക, ഒരു ബംഗാളിയെ വിളിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏത് ജോലിക്കാണെങ്കിലും. അപ്പോൾ അതെല്ലാം ഈ തുടർച്ചയാണ്. ഈ പറഞ്ഞതുപോലെ CPM എന്നുള്ള പേര് മാറി അവർ TMC ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ബംഗാളിനൊരു മാറ്റം വേണം, സ്ത്രീകൾക്ക് TMCയുടെ കീഴിൽ രക്ഷയില്ല, ഗുണ്ടാരാജാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പിന്നെ ബംഗാൾ ജനതയെ ബോധ്യപ്പെടുത്താൻ ഒരു പരിധിവരെ ഇത് സഹായിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ പിണറായി റോയിയൊക്കെ ബംഗാളിൽ പോയി നടത്തിയ പഠനത്തിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിലുമൊക്കെ ഈ ഒരു ഫാക്ടർ അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ BJPക്ക് അനുകൂലമായി മാറിയ ഘടകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദു ഏകീകരണവും ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രൻ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരുടെ ആ ഒരു സാന്നിധ്യം. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഇപ്പം 1952 സെൻസസ് പ്രകാരം ബംഗാളിൽ 19% 19%ആണോ 15% എന്നറിയില്ല, മുസ്ലിങ്ങൾ 20-ന് താഴെയായി 19%ആണെന്ന് തോന്നുന്നത്. ഇപ്പോൾ അത് 27% വർദ്ധിച്ചു. അത് 2011 സെൻസസ് പ്രകാരമാണ്. അപ്പോൾ ഈ രീതിയിലൊരു വർധന അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 27% ഒരു വോട്ട് ബാങ്കിലായിരുന്നു മമതയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയം കൂടെ ഉയർത്തിക്കൊണ്ട് ഈ മൈഗ്രൻ്റ് ലേബറേഴ്സിൻ്റെ വിഷയവും അതുപോലെ തന്നെ
അതിനെ ഈ മുസ്ലിം വിഷയമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അതും ബി ജെ പിക്ക് ഗംഭീരമായിട്ട് പ്രചരണത്തിനും ജനങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ആ സന്ദേശം എത്തിക്കാനോ അവർ വിജയിച്ചു. അങ്ങനെയാണ് ഈ ഒരു പരാജയം, ഇത്ര ദയനീയമായ ഒരു പരാജയം മമത അവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതിൽ ഈ 4 സ്ത്രീകളെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ബംഗാൾ ജീവിതത്തെ ഷോക്കേസ് ചെയ്യുന്ന സംഗതിയാണ്. അതെ. എല്ലാ അർത്ഥത്തിലും ഒരു മമതയുടെ കീഴിലുള്ള ഭരണം എന്നുള്ളതല്ല, കഴിഞ്ഞ സ്വതന്ത്ര ഇന്ത്യയിലെ ബംഗാളിൻ്റെ വർത്തമാനകാല അവസ്ഥയെ ഷോക്കേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ 4 സ്ത്രീകൾ. അതായത് ശോഭ മജുംദാർ, രേഖാ ബത്ര, അതുപോലെ കലിത മാജി, രത്ന ദേബ്നാഥ്. രാഷ്ട്രീയ ആക്രമണത്തിന്റെ, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ, ഭൂമി കയ്യേറ്റത്തിന്റെ, ഗുണ്ടാരാജിന്റെ, സാധാരണ തൊഴിലാളി ജീവിതത്തിന്റെ, SC ജീവിതത്തിന്റെ, ഇങ്ങനെ 4 പ്രതീകങ്ങളെയാണ് സ്ത്രീകളിലൂടെ അവർ വരച്ചു വച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ബംഗാളിൽ പല സ്ഥലങ്ങളിലും കടന്നു പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അതൊരു പരിതാപകരമായ അവസ്ഥയാണ്. എന്തായാലും അവിടെ ഇപ്പം ഭരണം മാറുന്നു, നല്ലത് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.